ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അതായത് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് പപ്പായ തോരനാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഇവിടെ പപ്പായൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പപ്പായ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്ത് അങ്ങനെ വെള്ളത്തിലിട്ടിട്ട് പിഴിഞ്ഞെടുക്കാം. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും പപ്പായ തോരൻ എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ കടായി ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കടുക് ചേർത്ത് പൊട്ടിക്കുക. അപ്പോൾ നമ്മളിതിൽ നാളികേരം ചേർക്കാത്ത പപ്പായ തോരനാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ കടുക് നമ്മൾ ചേർത്ത് പൊട്ടിച്ചതിന് ശേഷം നമ്മളിതിലേക്ക് കറിവേപ്പില ചേർത്തൊന്ന് തളിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത്, ഞാനിവിടെ ചേർക്കുന്നത് സവോളയാണ്. സവോള അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് സവോളയ്ക്ക് പകരം ചെറിയുള്ളി ചേർക്കാം കേട്ടോ. അപ്പോൾ സവോളയും അതുപോലെ തന്നെ പച്ചമുളകുമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. പച്ചമുളക് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് കൂടുതൽ എടുക്കുകയാണെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. അതല്ല, നിങ്ങൾ പച്ചമുളക് കുറച്ചെടുക്കുകയാണെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് മുളക് പൊടിയും ലേശം മുളക് പൊടിയും അതുപോലെ തന്നെ പച്ചമുളക് ഇത്തിരി കൂടുതലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സവോളയും പച്ചമുളകും വഴറ്റുന്ന കൂട്ടത്തിൽ നമ്മൾ കുറച്ച് ഉപ്പും കൂടിയും ചേർത്തിട്ട് ഒന്ന് വഴറ്റി എടുക്കുക കേട്ടോ. അപ്പോൾ സവോളയും പച്ചമുളകൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം നമ്മൾ ലേശം മുളക് പൊടി ചേർക്കുന്നുണ്ട്. മുളക് പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പപ്പായയാണ് കേട്ടോ. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ പപ്പായ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ട് നമ്മൾ ഒരു വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം അതിത് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ആക്ച്വലി പപ്പായയിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ആ വെള്ളം ഇറങ്ങി വരാതിരിക്കാനായിട്ടാണ് നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെച്ച് പിഴിഞ്ഞെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്ര വെള്ളം വരില്ല. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ട് നമ്മൾ കഴുകിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അരിഞ്ഞിട്ടാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ടും ചേർക്കാം. ഓക്കെ, ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് പാത്രം അടച്ച് വേവിക്കാം. അപ്പോൾ പാത്രം അടച്ചിട്ടാണ് നമ്മൾ പപ്പായ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പാത്രം അടച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. പാത്രം തുറന്നൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേണം നമ്മൾ പപ്പായ ഒന്ന് കുക്ക് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ നമ്മൾ പാത്രം തുറന്ന് ഇങ്ങനെ നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് പപ്പായയിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും കണ്ടോ. വെള്ളം നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് കംപ്ലീറ്റ് നമ്മൾ വറ്റിച്ചെടുക്കണം. ലാസ്റ്റ് പപ്പായ ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ വെള്ളം കംപ്ലീറ്റ് വറ്റിച്ചെടുത്തതിന് ശേഷമാണ് നമ്മുടെ പപ്പായ തോരൻ റെഡി ആവുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പപ്പായ കുക്ക് ചെയ്തിട്ടുണ്ടോ വെന്തിട്ടുണ്ടോ നോക്കുകയാണ്. അപ്പോൾ കുറച്ചും കൂടി ആവാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും പാത്രം അടച്ച് കുക്ക് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ പപ്പായ തോരൻ റെഡി ആയിട്ടുണ്ട്. പപ്പായൊക്കെ കുക്കായിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളമൊക്കെ ഒരുവിധം വറ്റിയിട്ടുണ്ട് കണ്ടോ. അങ്ങനെ നമ്മുടെ പപ്പായ തോരൻ റെഡി ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നാളികേരം ഇതിൽ ചേർത്ത് കൊടുക്കാം. ഈ സ്റ്റേജിലൊക്കെ നാളികേരം ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സവോള വഴറ്റുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നാളികേരം ചിരകിയത് ചേർത്ത് ഒന്ന് മുപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഞാൻ ചെയ്യാം. അങ്ങനെ നമ്മുടെ പപ്പായ തോരൻ റെഡി. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും, നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക.
അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സുമാക്കി ഫാമിലി ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.